ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ചില സോഷ്യൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള റീഫോം മൂവ്മെൻറ്റുകളെ കുറിച്ചിട്ടാണ്. റീഫോം മൂവ്മെൻറ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. PSC എക്സാമുകൾക്ക് HSA ആണെങ്കിലും LP UP ആണെങ്കിലും HSST ആണെങ്കിലും മറ്റുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കണ്ടൻറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അതേപോലെ വീട്ടിൽ ഹൗസ് വൈഫായിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോയിൻ്റ് ഒരു 3-4 വട്ടം ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടും പെന്നൊക്കെ എടുത്ത് എഴുതാനൊക്കെ കഴിയാത്തവർക്ക്, ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ വർഷങ്ങളാണ്. പറഞ്ഞു അല്ലേ, റീഫോം മൂവ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ വർഷങ്ങളാണ്. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് സമത്വ സമാജമാണ്. എന്താണ്? സമത്വ സമാജം. ഓക്കെ. സമത്വ സമാജമാണ് അല്ലേ? നമുക്കറിയാം സമത്വ സമാജം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റീഫോം മൂവ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർഷം നിങ്ങൾ പഠിച്ചിരിക്കുക 1836 നടന്നത്. അപ്പോൾ സമത്വ സമാജം ഏത് വർഷത്തിൽ നടന്നു? 1836. ഓർത്തിരിക്കുക, 1836 സമത്വ സമാജം നടന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ഓക്കെ, SNDP എന്ന് പറയും. SNDPയുടെ ഫുൾ എന്താണ്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. അപ്പോൾ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഇത് ഏത് വർഷമാണ് നടന്നത്? 1903 നടന്നത്. SNDP എന്ന മൂവ്മെൻറ്റ്, റീഫോം മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ആരുണ്ടായിട്ടുണ്ട്? സമത്വ സമാജം ഉണ്ടായിട്ടുണ്ട്. സമത്വ സമാജം നടന്ന വർഷം 1836. എന്നാൽ SNDP ഫോം ചെയ്തത് എപ്പോഴാണ്? 1903. സോ ഒന്നും കൂടി പറയാം, സമത്വ സമാജം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീഫോം മൂവ്മെൻ്റ് ആണ്. അത് നടന്ന വർഷം എന്ന് പറയുന്നത് 1836. SNDP ആണെങ്കിൽ 1903. അപ്പോൾ 1903 SNDP നടന്നു, 1836 സമത്വ സമാജം നടന്നു. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഷോർട്ടാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഇത് ഏത് വർഷമാണ് നടന്നത്? 1906. അപ്പോൾ 3 SNDP നടന്നു, 1836 സമത്വ സമാജം നടന്നു. 1903 കഴിഞ്ഞ് ഒരു ഏകദേശം 3 വർഷത്തോളം അല്ലേ? അപ്പോൾ 1906 ഏത് മൂവ്മെൻ്റാണ് ഉണ്ടായത്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘമായിരുന്നു. ഇനി സാധുജന പരിപാലന സംഘം. ഓക്കെ. സാധുജന പരിപാലന സംഘം നടന്നത് 1907. 1907 സാധുജന പരിപാലന സംഘം നടന്നു. ഇനി 1908 നടന്ന ഒരു മൂവ്മെൻ്റാണ് യോഗക്ഷേമ സംഘം. യോഗക്ഷേമ മൂവ്മെൻറ്റ്. ഓക്കെ, സംഘം മൂവ്മെൻറ്റ്. ഓക്കെ, ഇത്രയും കുഴപ്പമില്ല. യോഗക്ഷേമ മൂവ്മെൻറ്റ് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട റീഫോം മൂവ്മെൻറ്റ്സുകളാണ്. സോഷ്യൽ ആൻഡ് റിലീജിയസ് ആയിട്ടുള്ള റീഫോം മൂവ്മെൻ്റ് ആണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പഠിച്ചു? സമത്വ സമാജം പഠിച്ചു, SNDP പഠിച്ചു, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം പഠിച്ചു, സാധുജന പരിപാലന സംഘം പഠിച്ചു, യോഗക്ഷേമ മൂവ്മെൻറ്റ് പഠിച്ചു. ഇതിൻ്റെ വർഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് ഏതാണ്? യോഗക്ഷേമ മൂവ്മെൻറ്റ് ഏത് വർഷമാണ്? 1908. സാധുജന
1907. ഇസ്ലാം ധർമ്മപരിപാലന 1906. 1903 SNDP. 1836 സമത്വ സമാജം. ഓക്കെ, ഇനി അടുത്തതാണ് പ്രത്യക്ഷ രക്ഷ ദേവസഭ. പ്രത്യക്ഷ രക്ഷ ദേവസഭ. ഓക്കെ, പ്രത്യക്ഷ രക്ഷ ദേവസഭ. അത് നമ്മൾ ഷോർട്ടാക്കിയിട്ട് PRDS എന്ന് പറയാം. PRDS. ഓക്കെ, PRDS എന്ന് പറയുന്നത് പ്രത്യക്ഷ രക്ഷാ ദേവസഭനെ ഷോർട്ടാക്കി പറഞ്ഞാണ്. ഇത് നടന്ന വർഷം ഏകദേശം 1909. അപ്പോൾ ഇതൊക്കെ ഒരു ഓർഡറിലാണ്. നമുക്ക് ഒന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 6 നടന്നു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, 7 ഏതാ നടന്നത് സാധുജന അല്ലേ, 8 ഏതാ നടന്നത് യോഗക്ഷേമ 8, സാധുജന 7, 6 നടന്നത് ഇസ്ലാം പരിപാലന സംഘമാണ് 9, 8 കഴിഞ്ഞ് പിന്നെ 9 PRDS പ്രത്യക്ഷ രക്ഷാ സഭ. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വാലസമുദായ പരിഷ്കരണീ സഭ. വാലസമുദായ പരിഷ്കരണീ സഭ. ഇത് നടന്ന വർഷം 1912. ഓക്കെ, അടുത്തത് NSS എന്ന് പറയും. NSS എന്നുള്ളതിൻ്റെ ഫുൾ നെയിം അല്ലേ, എന്താണ്? നായർ സർവീസ് സൊസൈറ്റിയാണ്. അതെ, 1914. ഓക്കെ, 1912 വാലസമുദായം നടന്നു. വാലസമുദായ പരിഷ്കരണീ സഭയാണ്. ഓക്കെ, ഏകദേശം 2 വർഷം അല്ലേ, 2 വർഷം കഴിഞ്ഞ് അല്ലേ, 12, 13, 14 NSS നായർ സർവീസ് സൊസൈറ്റി. അപ്പോൾ ഇത് നമ്മളൊരു ഓർഡറിലാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നടന്നത് സമത്വ സമാജമായിരുന്നു 1836. പിന്നെ 1903 ഏത് മൂവ്മെൻ്റ് ആയിരുന്നു? SNDP. ഈ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC എക്സാമിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം 1906. അതേപോലെ സാധുജന പരിപാലന സംഘം 1907. യോഗക്ഷേമ മൂവ്മെൻറ്റ് 1908. 1909 പ്രത്യക്ഷ 1909. വാല സമുദായ 1912. നായർ സർവീസ് 1914. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് യുക്തിവാദി സംഘം. ഓക്കെ, യുക്തിവാദി സംഘം. ഓക്കെ, യുക്തിവാദി സംഘം അത് 1935 നടന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും നമ്മളെ ഓൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വർഷമാണ് കേട്ടോ, അതിൻ്റെ വർഷമാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു പോകുന്നത്. ഇപ്പോൾ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത അത് ഉണ്ടായ ആ സമയത്തുള്ള വർഷമാണ്. ഓക്കെ, അപ്പോൾ സമത്വ സമാജം 1836. അപ്പോൾ 1836 സമത്വ സമാജം. എല്ലാറ്റിൻ്റെയും മുമ്പ് ഫസ്റ്റ് ഏകദേശം സമത്വ സമാജമാണെന്ന് പറയാം. എന്നിട്ട് SNDP അല്ലേ, SNDP 1903 ഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇസ്ലാം ധർമ്മ പരിപാലനം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് 1836 സമത്വം, 1903 SNDP. പിന്നീട് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വന്നു 1906. 7 ആരായിരുന്നു? സാധുജന പരിപാലന സംഘം. 1908 ആരായിരുന്നു? യോഗക്ഷേമ മൂവ്മെൻറ്റ്. 1909 ആരായിരുന്നു? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. 1912 ആരായിരുന്നു? വാലസമുദായ പരിഷ്കരണീ സഭ. നായർ സർവീസ് ആരായി? NSS അല്ലേ. NSS ഏത് വർഷമായിരുന്നു? 1914. അത് കഴിഞ്ഞ് ഏകദേശം 1935 ആ സമയത്ത് ഫോം ചെയ്തിട്ടുള്ള മൂവ്മെൻ്റാണ് യുക്തിവാദി സംഘം. ലാസ്റ്റ് ഏകദേശം ഇതിൻ്റെയൊക്കെ ഒടുക്കം യുക്തിവാദി സംഘം 1935 ഫോം ചെയ്തത്.
ഇതിൻ്റെ ലീഡേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൗണ്ടേഴ്സിനെ കൂടി നമുക്ക് പറയാം. ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് സമത്വ സമാജത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. SNDP നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. ശ്രീനാരായണ ഗുരുവാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്ലാം ധർമ്മപരിപാലന സംഘത്തിൻ്റെ ഫൗണ്ടർ അല്ലേ, അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സാധുജന പരിപാലന സംഘം 1907 നടന്നു. അയ്യങ്കാളിയായിരുന്നു അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ യോഗക്ഷേമ മൂവ്മെൻ്റ് ഉണ്ട്, പിന്നെ യോഗക്ഷേമ മൂവ്മെൻറ്റ്, അതിൽ ഫൗണ്ടർ കുറച്ചധികം പേരുണ്ട്. അപ്പോൾ നമുക്കത് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത് പൊയ്കയിൽ യോഹന്നാനാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ ബാലസമുദായ പരിഷ്കരണി സഭയുടെ ഫൗണ്ടർ പണ്ഡിറ്റ് K കറുപ്പനായിരുന്നു. ഓക്കെ, NSS നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭനായിരുന്നു. യുക്തിവാദി സംഘം MC ജോസഫായിരുന്നു. സോ ഒന്നും കൂടി പറയാം, ഇതിൽ യോഗക്ഷേമ മൂവ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് 1-2 പേരുണ്ട്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പോൾ സമത്വ സമാജം 1836 നടന്നു. അതിൻ്റെ ഫൗണ്ടർ വൈകുണ്ഠ സ്വാമികളായിരുന്നു. SNDP എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു ആയിരുന്നു 1903. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം ഏത് വർഷമായിരുന്നു? 1906. ഓക്കെ, അതിൻ്റെ ഫൗണ്ടർ ആരായിരുന്നു? അബ്ദുൽ ഖാദർ മൗലവിയായിരുന്നു. സാധുജന പരിപാലനം, അപ്പോൾ സാധു എന്ന് ഓർക്കുമ്പോൾ സാധു അയ്യങ്കാളി എന്ന്, ഓക്കെ, ഒരു ട്രിക്ക് കോഡ് എന്ന രൂപത്തിൽ നമുക്ക് പറയാം. അയ്യങ്കാളി സാധുവായിരുന്നു. അപ്പോൾ സാധു ജനപരിപാലന സംഘത്തിൻ്റെ ഫൗണ്ടർ അയ്യങ്കാളിയായിരുന്നു. 7 സാധുക്കളുണ്ടായിരുന്നു എന്ന് വെറുതെ കോഡായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അയ്യങ്കാളി ഒരു സാധു ആയിരുന്നു, 7 സാധുക്കളുണ്ടായിരുന്നു. ജസ്റ്റ് കോഡായിട്ട് വേണമെങ്കിൽ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ യോഗക്ഷേമ 8 യോഗക്ഷേമ ഉണ്ടായിരുന്നു എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ യോഗക്ഷേമ 1908. ഓക്കെ, പിന്നെ പ്രത്യക്ഷം അല്ലേ, പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ ഫൗണ്ടർ ആരായിരുന്നു? പൊയ്കയിൽ യോഹന്നാനായിരുന്നു. അപ്പോൾ അത് വർഷം 1909. ഇനി വാലസമുദായം എന്ന് പറയുമ്പോൾ പണ്ഡിറ്റ് K കറുപ്പൻ. ഓക്കെ, വാലസമുദായം കറുപ്പനായിരുന്നു അല്ലേ, വാലസമുദായ കറുപ്പൻ 12. ഓക്കെ, വാലസമുദായം ഏത് വർഷമായിരുന്നു? 1912. K കറുപ്പനായിരുന്നു. നായർ സർവീസ് സൊസൈറ്റി ആണെങ്കിൽ 1914 നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ടൊരു ഫൗണ്ടർ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് വ്യക്തികളുണ്ട്, പ്രധാനപ്പെട്ട വ്യക്തി മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ യുക്തിവാദി സംഘം MC ജോസഫ് ആയിരുന്നു. യുക്തിവാദി MC ജോസഫ്. അപ്പോൾ MC ജോസഫ് ഒരു യുക്തിവാദിയായിരുന്നു എന്ന് വെറുതെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ യുക്തിവാദി സംഘം എന്ന് പറയുന്നത് MC ജോസഫ് ആയിരുന്നു. വർഷം 1935. 1935 യുക്തിവാദി സംഘം. എന്നാൽ 1914 ആയിരുന്നത് NSS ആയിരുന്നു. 12 ബാലസമുദായം, 9 പ്രത്യക്ഷ രക്ഷ, 8 യോഗക്ഷേമ, 7 സാധുജന പരിപാലനം. ഒക്കെ 6 വരുന്നത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘമാണ്. സമത്വ സമാജം 1800 1836. SNDP 1903. ഓക്കെ, യോഗക്ഷേമ സഭയിൽ പ്രധാനമായിട്ടും ഉള്ളത് VT ഭട്ടതിരിപ്പാടാണ് അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയാം അല്ലേ. അതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തികൾ VT ഭട്ടതിരിപ്പാട്, അതേപോലെ വലിയ ശങ്കരൻ നമ്പൂതിരി. ഓക്കെ, വലിയ ശങ്കരൻ നമ്പൂതിരി, അതേപോലെ കുറൂർ ഉണ്ണി നമ്പൂതിരി ഉണ്ട്, ദേശമംഗലം ശങ്കര നമ്പൂതിരി ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുള്ളത്. വലിയ ശങ്കരൻ നമ്പൂതിരി, ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരി, കുറൂർ ഉണ്ണി നമ്പൂതിരി, അതേപോലെ VT ഭട്ടതിരിപ്പാട്. അപ്പോൾ യോഗക്ഷേമ സഭ ഏത് വർഷം നടന്നു? 1908.